പറയുന്നത് ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ടെസ്റ്റിന്റെ ഫസ്റ്റ് ഡേ പറ്റിയാണ്. ഇന്ന് നമ്മളോട് കൂടെ ഉള്ള അരുൺ, നാഗകൃഷ്ണൻ ഇന്നില്ല. ഇന്നലെ ഞാനും നാഗയും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നല്ലൊരു ദിവസമായിരുന്നു. നല്ല സൂപ്പർ തുടക്കം. രാഹുല് പതുക്കെ തുടങ്ങിയെങ്കിലും രോഹിത് ശർമ്മ പോയപ്പോൾ പുള്ളി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വേണ്ട രീതിയിൽ നല്ല സ്കോർ എത്തിച്ചു. 276 for 3. രോഹിത് ശർമ്മ ആണെങ്കിലും നല്ലപോലെ കളിച്ചു. അവരുടെ രണ്ടുപേരും നല്ലൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ആയിരുന്നു. നല്ല വെൽ പ്ലേഡ്. പിന്നീട് വന്ന പുജാര, എനിക്കറിയില്ല പുജാര എന്താ ചെയ്തതെന്ന്. പുജാര ഒട്ടും ഫോമിലല്ല. എനിക്ക് തോന്നുന്നു പുജാരയ്ക്ക് മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ച് ഞാൻ വിശ്വസിക്കുന്നു. കോഹ്ലി ഓക്കെ, കുഴപ്പമില്ലാതെ കളിച്ചു. ഒരു 50 ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നീട് വന്ന റഹാനെയും ഇപ്പം രാഹുലുമാണ് ക്രിസിൽ. ഇന്ത്യ ഒരു 400-450 സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇംഗ്ലണ്ടിന് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പം അഡ്വാൻറ്റേജ്, ഇപ്പം മഴ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് തന്നെയാണ്. കാരണം ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടി. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഇനി അറ്റ്ലീസ്റ്റ് ഒരു 150 റൺസ് എങ്കിലും എടുക്കുവാണെങ്കിൽ തന്നെ ഒരു 400 കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇനി ഒരു 150 എല്ലാരും കൂടെ അടിച്ചെടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കായിരിക്കും വിജയം. പക്ഷെ അറിയില്ല, മഴ ഒരു ഇംഗ്ലണ്ടിന്റെ ഒരു ശാപം തന്നെയാണ് ഈ മഴ. എന്ത് ഒരു ടൂർണമെന്റ് നടത്തിയാലും അവിടെ മഴ ഒരു ഭീഷണിയാണ്. സോ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം നല്ല റഹാന, രാഹുലും കളിക്കും. പിന്നെ പന്തുണ്ട്, പന്ത്, ജഡേജ, അവരൊക്കെ നല്ലതുണ്ട്. അവരൊക്കെ പിന്നീടൊരു നല്ലൊരു ആക്രമിച്ച് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 400 above കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ കളി കാണാം. വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ അരുണിലേക്ക് ഓവർ വരും. മനു, ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ കളി തുടങ്ങിയപ്പോൾ മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഷർദുൽ താക്കൂറിന് പകരം ഇഷാന്ത് ശർമ്മനെ കളിപ്പിച്ചു. കുറെ പേര് പറയുകയുണ്ടായി അശ്വിനെയാണ് കളിപ്പിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഐ തിങ്ക് ഐ വുഡ് സ്റ്റിക്ക് വിത്ത് വാട്ട് ഇന്ത്യ ഹാസ് ഡൺ. കാരണം 4 seamers ഓൺ എ സീമർ ഫ്രണ്ട്ലി ട്രാക്ക് എഗെയിൻസ്റ്റ്, അല്ലാതെ 3 seamers 2 spinners എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ ചെയ്യാൻ മാത്രമേ സ്പിന്നേഴ്സ് എനിക്ക് തോന്നുള്ളൂ ആ പിച്ചിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കളി നോക്കുകയാണെങ്കിൽ ജഡേജ അധികം എറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ നമുക്കറിയാം ഇറ്റ്സ് സീമേഴ്സ് തന്നെയാണ് വേണ്ടതെന്നുള്ളത്. സോ നല്ലൊരു അറ്റാക്കും കൂടിയാണ്. കാരണം ഇഷാന്ത് ശർമ്മ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലൈൻ സ്പേസിന് ഒട്ടും കുറവില്ലല്ലോ. കാരണം ഷർദുൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പേസ് കുറവാണ് ബാക്കിയുള്ള പേസേഴ്സിനെ വെച്ചിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് അതുകൊണ്ട് കാണാൻ നല്ല രസമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് ക്രെഡിറ്റ് ഗോസ് ടു അവർ ഓപ്പണേഴ്സ്. എനിക്കറിയില്ല, മുഖത്തൊരു ചിരി വന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. അതായത് ഇന്ത്യ യൂഷ്വലി ഓവർസീസിൽ ടെസ്റ്റ് കളിക്കുമ്പോൾ വിത്തിൻ എൻ അവർ ഇന്ത്യക്കോ എന്തായാലും ഒരു വിക്കറ്റ് നഷ്ടപ്പെടും. എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു അവർ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇതുവരെ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടെസ്റ്റിലും നല്ല വൻ തുടക്കമായിരുന്നു. ഈ ടെസ്റ്റിൽ അതിനേക്കാട്ടിലും മികച്ച തുടക്കമായിരുന്നു. രോഹിത് ശർമ്മ ആ ഒരു പീച്ച് ഓഫ് എ ഡെലിവറി ആയിരുന്നു. ഈ ഇൻകമ്മിങ് ബോൾ അതുവരെ ഔട്ട് സ്വിങ് എറിഞ്ഞിട്ട് ആൻഡർസൺ കറക്റ്റ് ഇൻ സ്വിങ്ങിലോട്ട് കൊണ്ടുവന്ന് നമുക്കറിയാം. രോഹിത് ശർമ്മയ്ക്ക് ഒരു ടെക്നിക്കൽ ഫ്ലോ ഉള്ളത് തന്നെ ബാറ്റ് ആൻഡ് പാഡ് തമ്മിലുള്ള ഗ്യാപ്പാണ്. ഇൻകമ്മിങ് ബോൾസിലോട്ടൊക്കെ ഉള്ള രോഹിത് ശർമ്മയുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അത് രോഹിത് ശർമ്മയ്ക്ക് കൂടുതൽ ഉണ്ട് രോഹിത് ശർമ്മയുടെ പ്രൊഫൈലിൽ. അപ്പോൾ അത് തന്നെയാണ് ആൻഡർസൺ എക്സ്പ്ലോയിറ്റ് ചെയ്ത്, അത് തന്നെ ആൻഡർസന് കിട്ടി. ആൻഡർസൺ ആയതുകൊണ്ടാണ് അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ശരിക്കും ബാറ്റ്സ്മാനെ കളിപ്പിച്ചു. അത് വെറുതെ അല്ല, ആൻഡർസൺ ഒരു ഗ്രേറ്റ് ബോളർ. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മനു പറഞ്ഞതിൽ എനിക്ക് അംഗീകരിക്കേണ്ടി വരും. ഞാനൊരു വൻ പുജാര സപ്പോർട്ടർ. ഞാൻ പുജാര ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിന് മുമ്പ് തന്നെ പുജാരനെ ഫോളോ ചെയ്ത ഒരാളാണ് രഞ്ജിയിൽ. കാരണം പുജാരനെ കുറിച്ച് പേഷ്യൻസ് അറ്റ് ദ ക്രീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ചു. പക്ഷേ അലാമിങ് ആണ് പുജാരയുടെ ഡിസ്മിസൽസ്. കാരണം ഒരേ രീതിയിലുള്ള ഡിസ്മിസൽസ് ആണ് പുജാരയ്ക്ക്. ഈ പ്രാവശ്യമാണെങ്കിൽ അൺലൈക്ക് പൂജാര ഷോട്ട് ആയിരുന്നു. കാരണം എവേ ഫ്രം ദ ബോഡി കളിച്ചു, എന്നിട്ട് ആ നിക്ക് ഉണ്ടായി. അപ്പോൾ എനിക്ക് ശരിക്കും സംശയമുണ്ട്. സോ ടീം മാനേജ്മെന്റ് ഇസ് ട്രൈങ് ടു സേ സംതിങ് ടു പൂജാര. കാരണം അതൊരു പൂജാര ഷോട്ട് അല്ല ഔട്ടായത്. കാരണം ഇറ്റ് വാസ് പ്ലേയിങ് എവേ ഫ്രം ദ ബോഡി, സോഫ്റ്റ് ഹാൻഡ്സ് അല്ല ഹാർഡ് ഹാൻഡ്സ് ആയിരുന്നു. അതായത് പൂജാര വാസ് ട്രൈങ് ടു ഗെറ്റ് റോളിങ്. റൺസ് അടിക്കാനാണ് പൂജാര നോക്കിയത്. അത് തന്നെയായിരിക്കും പൂജാരയോട് പറഞ്ഞ് ഔട്ട് ആയിക്കോ എന്നാലും കുഴപ്പമില്ല, ബട്ട് ഇങ്ങനെ കുത്തി നിൽക്കണ്ട എന്നുള്ളത്. ബട്ട് എനിക്കറിയില്ല. ലെറ്റ്സ് സീ ഹൗ പൂജാര ഫെയർസ് ഇൻ ദിസ് സീരീസ് അറ്റ് ദി എൻഡ്. കാരണം ഡെഫിനറ്റ്ലി പൂജാരയോട് പറഞ്ഞത് വെച്ചിട്ട്
it's going to be make or break. Sometimes Pujara Pujara like innings കളിക്കാൻ നോക്കുമ്പോൾ sometimes he may not be able to do it, so that might be curtains for him in terms of his career. കാരണം പൂജാരി ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ തന്നെ പിന്നെ പൂജാര തിരിച്ചൊരു കംബാക്ക് വരണമെങ്കിൽ ലൈക്ക് ടൺസ് ഓഫ് റൺസ് രഞ്ജിയിൽ അടിക്കുകയും വേണം. പിന്നെ ഇന്ത്യൻ ടീം സ്ട്രഗിൾ ചെയ്യുകയും വേണം. അതായത് ഓവർസീസിൽ പോയിട്ട് ഇങ്ങനെ നാണം കെട്ട് തോറ്റിട്ട് പൂജാരിനെ പോലത്തെ ഒരാൾ വേണം എന്ന് പറയുന്നത് വരെ ഇന്ത്യ ചിലപ്പോൾ പൂജാരിനെ റീപ്ലേസ് ചെയ്യാൻ വഴിയില്ല. അപ്പോൾ ഇനി ചിലപ്പോൾ അതായത് പൃഥ്വി ഷോ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൃഥ്വി ഷോനെ ചിലപ്പോൾ 1 ഡൗൺ എടുത്ത് കളിപ്പിക്കാം, അല്ലെങ്കിൽ ഗിൽ. കാരണം അവർ യങ് ആണ്, അവർക്ക് ടൈം ഉണ്ട്. അവൻ്റെ ഹാൻഡ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ റഹാനയുടെ ഷോർട്ട് സ്റ്റേ അറ്റ് ദ ക്രീസിൽ ഡിഡ്ന്റ് ലുക്ക് ഗുഡ്. റഹാനയ്ക്ക് ക്ലോസ് കോൾസ് ഉണ്ടായിരുന്നു. റഹാനെ എങ്ങനെ കളിക്കും എന്നുള്ളത് എനിക്ക് കണ്ടറിയാനുണ്ട്. കാരണം റഹാനെയും അത്ര നല്ല രീതിയിലല്ല. റഹാനയ്ക്ക് നല്ല ലോർഡ്സ് നല്ല ഇഷ്ടമുള്ള ഗ്രൗണ്ടാണ്. കാരണം ഇന്ത്യയുടെ ഫേമസ് വിൻ ഇൻ ലോർഡ്സ് റഹാനെ കൊണ്ട് നടന്നതാണ്. കാരണം റഹാനെ സെഞ്ചുറി അടിച്ചു. അപ്പോൾ റഹാനെ ഷുഡ് ഹാവ് ഗുഡ് മെമ്മറീസ് അബൌട്ട് ദിസ് പിച്ച്. ബട്ട് റഹാനയുടെ കളി കണ്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് അനദർ പേഴ്സൺ. ലൈക്ക് എനിക്ക് പൂജാരനെ പോലെ തന്നെ റഹാനയുടെ ടീമിലെ സ്ഥാനവും ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം യു ആർ നോട്ട് മേക്കിംഗ് റൺസ്. അപ്പോൾ that's something of a problem if you don't make runs. Okay, Manu പോയി എന്ന് തോന്നുന്നു. പക്ഷേ we will continue. കോഹ്ലിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ got a start, still didn't get even a 50, 100. പിന്നെ കുറെ കാലമായി കോഹ്ലി എടുത്തിട്ടില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് പ്ലേയിങ് ഇൻ ഹിസ് മൈൻഡ്. പക്ഷെ കോഹ്ലി ഔട്ടായ ഷോട്ട് എന്ന് പറഞ്ഞാൽ കോഹ്ലി എപ്പോഴും ഔട്ടാവുന്ന ഷോട്ടാണ്. അതായത് കോഹ്ലിയുടെ വീക്ക്നെസ് എന്ന് പറയുന്ന ഷോട്ട് തന്നെയാണ് കോഹ്ലി ഔട്ടായത്. പ്ലേയിങ് എവേ ഫ്രം ദ ബോഡി, നത്തിങ് ഷോട്ട് ആയിരുന്നു കോഹ്ലി കളിച്ചത്. അതായത് കോഹ്ലി ഇത്രയും സെറ്റ് ചെയ്ത് ഇത്രയും ബോൾസ് കളിച്ചിട്ട് ആ ഷോട്ട് അടിക്കുന്നത്, ഐ തിങ്ക് കോഹ്ലി വുഡ് ബി ലിവിഡ് വിത്ത് ഹിംസെൽഫ് ഇൻ ദ ഡ്രസ്സിംഗ് റൂം. ആൻഡ് ഓൾസോ ഹി നോസ് ദാറ്റ് ടൈം ഇസ് റണ്ണിങ് ഔട്ട് ഫോർ ഹിം ടു. അതായത് കോഹ്ലി പണ്ട് എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ടായിരുന്നു. കോഹ്ലിക്ക് ഇയാൾ കളിക്കുന്നില്ല, ഇയാളെ പുറത്താക്കണോ, അല്ലെങ്കിൽ ഇതാണ് അതാണെന്ന് പറഞ്ഞു. ബട്ട് വൺസ് കോഹ്ലി ഈസ് നോട്ട് സ്റ്റാർട്ടിങ് ടു മേക്ക് വൺസ് കോഹ്ലി റൺസ് ഉണ്ടാക്കാൻ തുടങ്ങാതാവുമ്പോൾ ദ പ്രോബ്ലം ഇസ് ലൈക്ക് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി എന്നുള്ളൊരു റോള് മാത്രമാവും. അതായത് ബാറ്റിങ്ങിൽ പണ്ട് ഞാനൊരു ലെജൻഡ് ആയിരുന്നു, പണ്ട് ഞാൻ ഒരുപാട് കളിച്ചു. പക്ഷേ ഇഫ് ദ ബാറ്റ് ഡസൻ സ്പീക്ക് then it's going to be a big problem. കാരണം 40s and 50s കോഹ്ലിക്ക് തന്നെ അറിയാം, ഇറ്റ്സ് ടെസ്റ്റ് ക്രിക്കറ്റ്. 40s and 50s doesn't matter, big hundreds matter. ആൻഡ് കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ട് തന്നെ, ബിഗ് 100 പോട്ടെ, സെഞ്ചുറി അടിച്ചിട്ട് തന്നെ കുറച്ചായി. സോ pretty much sure that it should at some point get into Kohli's head, because കാരണം കോഹ്ലിയുടെ അതോറിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ കോഹ്ലിക്ക് അത് മനസ്സിലാവും. അതായത് ആൾക്കാരോട് എന്ത് പറയും, താൻ കളിക്കുന്നില്ല, അപ്പോൾ ബാക്കിയുള്ളവർ പറയും ഇയാൾ കളിക്കണല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളെ പറയുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് കോഹ്ലി വുഡ് ബി റിയലി ലുക്കിംഗ് അറ്റ്, ലൈക്ക് ട്രൈ ടു ഗെറ്റ് സം സ്കോർ. ഈ പ്രാവശ്യം ആൻഡർസന് വിക്കറ്റ് കൊടുത്തില്ല, പക്ഷേ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് ദ സിമിലർ ബോൾ. സോ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. ദ വൺ തിങ് ഇന്ത്യ, മനു പറഞ്ഞ പോലെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, yes, India should eye for at least 450, but we will also have to look into India's batting depth. അതായത് റഹാനെ കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ളത് പണ്ടും ജഡേജയാണ്. ദാറ്റ് ക്യാൻ ബി ലൈക്ക് ഇൻ എ മാറ്റർ ഓഫ് 20 ഓവേഴ്സ് തന്നെ ഇവർ രണ്ടുപേരും പോയാണെങ്കിൽ ഇന്ത്യ വിൽ റോൾ ഔട്ട്. അപ്പോൾ there can be an chance that sometimes India may not even get 360. അപ്പോൾ can't be complacent. Next day 1 hour, 1.5 hours is going to be really crucial. It all depends on whether KL Rahul stays or not, because honestly എനിക്ക് അജിങ്ക്യ രഹാനെ അത്ര റൺസ് അടിക്കും എന്നുള്ളൊരു ഫീല് കിട്ടിയില്ല അജിങ്ക്യ രഹാനയുടെ ലാസ്റ്റ് കളി കണ്ടിട്ട്. പിന്നെ ഇന്ത്യൻ നൈറ്റ് വാച്ച്മാനെ അല്ലല്ലോ ഇറക്കിയ. ഇറ്റ് ഷോസ് വൺ കോൺഫിഡൻസ്, ലൈക്ക് ഹി ഈസ് കോൺഫിഡൻറ്റ് ഇനഫ് ടു കം, ബട്ട് കോൺഫിഡൻറ്റ് ഷോട്ട്സ്. സോ എന്തോ സംതിങ് വാസ് മിസ്സിങ് അബൌട്ട് ഹിം. അപ്പോൾ നാളത്തെ 1 hour will tell you whether Rahane stays or not and KL Rahul stays or not. കാരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ അഡ്വാൻറ്റേജ് എല്ലാം നാളെ ഒന്നുമില്ലാതെ ആവും. ലൈക്ക് 270 ഇപ്പൊ നോക്കുവാണെങ്കിൽ, സ്കോർ നോക്കുവാണെങ്കിൽ 276 for 3 ആണ്. പക്ഷെ ഇറ്റ് ക്യാൻ ഈസിലി fall to before 350 if India doesn't play carefully. And England still have really good bowlers. Yes, ബ്രോഡ് കളിക്കുന്നില്ല എന്നുള്ളൂ, പക്ഷെ ഐ തിങ്ക് മാർവുഡ് കൺസിസ്റ്റന്റ്ലി 90s മുകളിൽ എറിഞ്ഞു, 93, 94. ചില ബോൾസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇറ്റ്സ് പേസ് കമ്മിങ്. രോഹിത് ശർമ്മയുടെ ഒക്കെ ഇൻസൈഡ് എഡ്ജ് ഒക്കെ 4 ഇതൊക്കെ യു നോ ഇറ്റ്സ് പേസി ബോൾസ്. അപ്പോൾ
പിന്നെ റോബിൻസൺ നല്ലോണം എറിയുന്നുമുണ്ട്. അത് ഇന്ത്യക്ക് ആകെ ആശ്വാസം തരുന്നൊരു ബോളർ, അത് വളരെ സ്ട്രേഞ്ച് ആണ്, അത് സാം കുറൻ ആണ്. കഴിഞ്ഞ തവണ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു സാം കുറൻ. ഈ പ്രാവശ്യം ഹീസ് ലുക്കിംഗ് നോട്ട് ദ പാർട്ട്. എനിക്കൊന്നും അത് അധികം സ്വിംഗ് ഇല്ലാത്തതാണോന്ന് അറിയില്ല, കാരണം എന്തോ മേ ബി ഇംഗ്ലണ്ടിന്റെ അതർ ബോളേഴ്സ് കുറച്ചും കൂടെ ലീതലായിട്ട് ലൈക്ക് ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആർ ഫീലിംഗ് ലൈക്ക് ദിസ് ഇസ് ദ ബോൾ ദാറ്റ് വി നീഡ് ടു ടേക്ക് ഓൺ. പിന്നെ മൊയിൻ അലിനെയും ഇന്ത്യ നന്നായി കളിച്ചു, കുറച്ച് സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു. സിക്സ് എനിക്കൊന്ന് KL രാഹുലും രോഹിത് ശർമ്മയും, രോഹിത് ശർമ്മ 6 അടിച്ചില്ല, പക്ഷെ ഒരു 4 അടിച്ചു, 6-ന് ഇക്വലന്റ് ആയിട്ടുള്ള 4 അടിച്ചു. അപ്പോൾ സോ ഓൾ ഇൻ ഓൾ യെസ്, ദ ഡേ ബിലോങ്സ് ടു ഇന്ത്യ, ബിക്കോസ് സ്കോർ ബോർഡ് നോക്കുവാണെങ്കിൽ 276 for 3 എൻറ്റയർ 90 overs കളിച്ചു. മഴയൊക്കെ കുറച്ചുണ്ടായിരുന്നു, എന്നാൽ പോലും ക്രെഡിറ്റ്, ഇന്ന് ഫുൾ കളിക്കാൻ പറ്റി. ഹോപ്പ് ഇത് കളിക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കട്ടെ, അതായത് എല്ലാ ദിവസവും ഈ മഴയൊന്നും ഇന്ററപ്റ്റ് ചെയ്യാതെ കളിക്കുന്നു തന്നെ വിചാരിക്കട്ടെ. കാരണം എനിക്ക് മനസ്സിലാവുള്ള എന്തിനാ ഈ സമയത്ത് ക്രിക്കറ്റ് വെച്ചതെന്ന് തന്നെ, ഇങ്ങനെ മഴയാണെങ്കിൽ. സോ ഈവൻ ന്യൂസിലൻഡ് ഇന്ത്യ WTC മഴയുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ടെസ്റ്റ് മഴ കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാവേണ്ട ടെസ്റ്റ് ആയിരുന്നു, ഡെഫിനറ്റ്ലി ഒരു റിസൾട്ട് ഉണ്ടാവുന്ന ടെസ്റ്റ് ആയിരുന്നു, അതിന് റിസൾട്ട് ഇല്ലാതെയായി. ആൻഡ് ഈ ടെസ്റ്റും ഇതിനെന്തായാലും ഒരു ഡെഫിനറ്റ് റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അത് ബോറാവും. സോ hopefully India can have a really good day tomorrow and bat England out of this test, and would also be fun to watch all these 4 bowlers for India bowl. It should be nice to watch. I think they should have their noses ahead if India gets something around 400, because they will feel, the bowlers will start to feel that they have something to play around, and then I think they will bowl really well. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ റിവ്യൂ അവസാനിപ്പിക്കാം. So see you tomorrow, day 3 റിവ്യൂ ആയിട്ട്. Until then, bye.